ചെയർമാൻ എം എ രാജഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു അംഗീകാരമായി ഞാൻ കണക്കാക്കുക. അത് തീർച്ചയായിട്ടും എൻ്റെ തിരക്കിനെ ഒന്നും ബാധിക്കുന്നതല്ല. എന്ന് മാത്രമല്ല, നമ്മുടെ രക്ഷാധികാരി ഇത്ര ആളുകളെ ഇതിന് പിന്നിൽ അണിനിർത്തിക്കഴിഞ്ഞു. ഇനി അവരെ നിർത്തിക്കൊണ്ടൊരു പ്രസംഗം നടത്തുക എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞുങ്ങളോട് ചെയ്യുന്നൊരു ദ്രോഹമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യത്തിന് രക്ഷപ്പെട്ടു. ഞാൻ ഒരു പ്രസംഗം ദീർഘമായി നടത്താൻ ആഗ്രഹിക്കുന്നില്ല. രണ്ട് കാര്യങ്ങൾ പറയാം. അത് കുഞ്ഞുങ്ങൾ മത്സര രംഗത്ത് പങ്കെടുക്കുന്ന എല്ലാ യോഗങ്ങളിലും ഞാൻ പറയുന്നതാണ്. ഒരുപക്ഷെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം മത്സരത്തിൻ്റെ പിരിമുറുക്കങ്ങളുണ്ടോ? നിങ്ങൾക്കുണ്ടോ? പിരിമുറുക്കമുണ്ടോ കുഞ്ഞുങ്ങൾക്ക്? നമുക്ക് സമ്മാനം കിട്ടുമോ, സമ്മാനം കിട്ടുക, അങ്ങനെ ഒന്നും വേണ്ട. കാര്യം സമ്മാനം കിട്ടുന്നതിലല്ല കാര്യം. പിന്നോ മത്സരിക്കുക എന്നുള്ളതിലാണ്. മത്സരിക്കുക എന്നുള്ളതല്ല, നമ്മൾ കർമ്മം ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം. ഫലമൊക്കെ നമുക്ക് ഏറ്റവും നന്നായിട്ട് കർമ്മം ചെയ്യുമ്പോൾ ഫലം നമുക്ക് വന്നു ചേരും. അപ്പോൾ അത് പണ്ട് മുതലേ നാം പഠിക്കേണ്ട ഒരു പാഠമാണ്. അങ്ങനെ തന്നെ ഏത് മത പുസ്തകങ്ങളോ എന്ത് നമ്മൾ പഠിച്ചു നോക്കിയാലും നമ്മുടെ കർമ്മം ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം. ഞാനത് അവിടെ പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്. വളരെ വിശ്വവിഖ്യാതനായിട്ടുള്ള ഇംഗ്ലീഷ് അഭിനേതാവായിരുന്നു, അല്ലെങ്കിൽ ഒരു ബോളിവുഡ് അഭിനേതാവായിരുന്നു ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കൊരു പക്ഷേ ചാർലി ചാപ്ലിനെ മനസ്സിലാകത്തില്ല. എൻ്റെയൊക്കെ കാലത്ത്, സ്കൂൾ കുട്ടികളായിരിക്കുന്ന കാലത്ത്, നമ്മളിപ്പോൾ മലയാള സിനിമയിൽ ജഗതി പോലും ഒരു പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയുന്നത്, മലയാള സിനിമയിൽ ജഗതി ശ്രീകുമാറായിരുന്നു. സ്കൂൾ മാനേജർ ജേക്കബ് തോമസ് അധ്യക്ഷത വഹിച്ചു. പുനലൂർ യൂണിയൻ പ്രസിഡന്റ് അനശ്വര ലില്ലി ജേക്കബ്, ബാലജന സഖ്യത്തിന്റെ പ്രവർത്തന പരിധിയിലുള്ള വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. ലളിതഗാനം, സിനിമാഗാനം, പദ്യപാരായണം, ശാസ്ത്രീയ സംഗീതം, മിമിക്രി എന്നീ മത്സരങ്ങളാണ് അരങ്ങേറിയത്. ലൈവ് വാർത്ത പുനലൂർ.